الحمد لله الذي خلق لكم من أنفسكم أزواجا لتسكنوا إليها وجعل بينكم مودة ورحمة ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدًا عبده ورسوله فاللهم صل وسلم وبارك عليه وعلى آله وصحبه أجمعين أما بعد فأوصيكم عباد الله ونفسي بتقوى الله أعوذ بالله من الشيطان الرجيم فالصالحات قانتات حافظات للغيب بما حفظ الله. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമ നിർദ്ദേശങ്ങളും ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിക്കുവാൻ പരമാവധി പരിശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഗൗരവപൂർവം ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഒരിക്കൽ നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ മുമ്പിൽ വെച്ച് ഒരു സംഭവം വിവരിച്ചു കൊടുക്കുകയാണ്. മഹാനായ ഇമാം ബുഖാരിയും മുസ്ലിമുമൊക്കെ സംയുക്തമായി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണത്. ആയിഷ റളിയല്ലാഹു തആല അൻഹ റസൂലുള്ളാഹിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, ഒരിക്കൽ 11 ഭാര്യമാർ, 11 സ്ത്രീകൾ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടുകയാണ്. അവർ തമ്മിലുള്ള കരാർ എന്താണ്? നമ്മൾ 11 പേരും നമ്മുടെ വിവാഹ ജീവിതത്തിൽ ഓരോരുത്തർക്കും അവരുടെ ഭർത്താവിനെ കുറിച്ച് എന്താണ് അഭിപ്രായം പറയാനുള്ളതെങ്കിൽ ഒന്നും മറച്ചു വെക്കാതെ ഉള്ളതുപോലെ പറയണം എന്ന തീരുമാനപ്രകാരമാണ് അവർ ഒത്തുകൂടിയത്. അങ്ങനെ 1ാമത്തെ സ്ത്രീ മുതൽ 10 സ്ത്രീകൾ വരെയും അവരുടെ അഭിപ്രായങ്ങളൊക്കെ തുറന്നു പറഞ്ഞു. 11ാമത് തുറന്നു സംസാരിച്ച സ്ത്രീയുടെ പേര് ഉമ്മു സറഅ് എന്നായിരുന്നു. അവരുടെ ഭർത്താവിൻ്റെ പേര് അബൂ സറഅ്. ഉമ്മു സറഅ് അബൂ സറഇനെ സംബന്ധിച്ച് വാനോളം പുകഴ്ത്തി സംസാരിച്ചു. അദ്ദേഹത്തിൻ്റെ വശ്യമായ പെരുമാറ്റം, അദ്ദേഹം തന്നോട് കാണിക്കുന്ന വിട്ടുവീഴ്ചകൾ, അദ്ദേഹം തന്നോട് കാണിക്കുന്ന സ്നേഹത്തിൻ്റെയും ദയയുടെയും കാരുണ്യത്തിൻ്റെയും ഉദാഹരണങ്ങൾ, തന്നെ ഏറെ സ്നേഹിക്കുന്നതിൻ്റെ ഒരുപാട് കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ അദ്ദേഹത്തിൽ നിന്ന് തനിക്ക് ലഭ്യമായി കൊണ്ടിരിക്കുന്ന ഒരുപാട് നന്മകളും ആ ഉമ്മു സറഅ് അബൂ സറഇനെ സംബന്ധിച്ച് വിവരിച്ചു. അതായിരുന്നു 11ാമത്തെ സ്ത്രീയുടെ സംസാരം. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കേട്ടപ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് പറഞ്ഞ വാചകം, കുൻതു ലകി കഅബീ സറഇൻ ലിഉമ്മി സറഇൻ. ഉമ്മു സറഇനോട് അബൂ സറഇ എങ്ങനെയായിരുന്നുവോ പെരുമാറിയിരുന്നത്, അങ്ങനെയല്ലേ ആയിഷ ഞാൻ നിന്നോട് വർത്തിക്കുന്നത്, ഞാൻ അങ്ങനെയാണ് നിന്നോട് വർത്തിക്കുന്നത്. അത് കേട്ടപ്പോൾ മഹദിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹ ഉടനെ പ്രതികരിച്ചു, ബി അബീ വ ഉമ്മി യാ റസൂലല്ലാഹ് ബൽ അൻത ഖൈറുൽ ലീ മിൻ അബീ സറഇൻ. അങ്ങനെയൊന്നും പറഞ്ഞാ പോരെ നബിയേ, അബൂ സറഇനേക്കാളും ഉമ്മു സറഇനോട് അബൂ സറഇ പെരുമാറിയതിനേക്കാളും ഏറ്റവും ഉത്തമനായ പെരുമാറ്റം കാഴ്ചവെക്കുന്നയാളാണ് അങ്ങുന്ന് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പറയുകയാണ്. സഹോദരങ്ങളെ, എന്തിനാണ് ഈ സംഭവം ഞാൻ ആദ്യമേ കേൾപ്പിച്ചത്? ഒരു ഭാര്യാഭർത്തൃ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ കെട്ടുറപ്പ് എന്ന് പറയുന്നത്, ഒരു കുടുംബത്തിൽ സമാധാനം നിലനിൽക്കുവാൻ ആവശ്യമായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്, അതിൽ ഭാര്യാഭർത്താക്കൾ തമ്മിൽ പരസ്പരം അറിഞ്ഞ് പെരുമാറലാണ്. ഭാര്യയായ ഉമ്മു സറഇയുടെ അബൂ സറഇൽ നിന്ന് താൻ അനുഭവിച്ച ഒരുപാട് നന്മകൾ എടുത്തു പറയുമ്പോൾ ആ ഭർത്താവിൻ്റെ മനസ്സിനുണ്ടാകുന്ന ആശ്വാസം എത്രയാണ്! ആ ഭർത്താവിൽ നിന്ന് തനിക്ക് ലഭിച്ചിട്ടുള്ള ഓരോന്നും എടുത്തു പറയാൻ അവർ പിശുക്ക് കാണിക്കുന്നില്ല. ആ നിലക്ക് തന്നോട് വർത്തിക്കുന്ന ഏറ്റവും നല്ല ആ മെച്ചപ്പെട്ട കാര്യങ്ങളെ ഒരു പ്രശംസാരൂപത്തിൽ മറ്റുള്ളവരുടെ മുമ്പിലും തൻ്റെ ഭർത്താവിനെ കുറിച്ച് അത് പറയുന്നുവെങ്കിൽ ആ ഭർത്താവിനോടും അതവർ തുറന്നു പറഞ്ഞിട്ടുണ്ടായിരിക്കണം. ഇത് കേട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്? ആ അബൂ സറഈനെ പോലെയല്ലേ ആയിഷ ഞാൻ നിന്നോട്
അപ്പോൾ പറഞ്ഞത് എന്താണ്? അള്ളാഹുവിന്റെ റസൂലെ, അതിനേക്കാൾ മികച്ചയാളാണ്, അങ്ങയുടെ പെരുമാറ്റം അപ്രകാരമാണ്. അബൂസറെന്നും അങ്ങയുടെ പെരുമാറ്റം നോക്കുമ്പോൾ ഒന്നുമല്ല എന്നാണ്. ഇവിടെ രണ്ട് സ്ഥലങ്ങളിലും കാണുന്നത് ഭർത്താവിനോടുള്ള ആ ഭർത്താവിന്റെ പെരുമാറ്റത്തെ ഉള്ളു തുറന്ന് പ്രശംസിക്കുന്ന ഒരു ഭാര്യയെയാണ്. അതാണ് ഒരു ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മനസ്സമാധാനത്തിന്റെ ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം. അതാണ് ഒരു ഭാര്യ തൻ്റെ ഭർത്താവിൻ്റെ വിഷമങ്ങൾ തിരിച്ചറിയണം, പ്രയാസങ്ങൾ തിരിച്ചറിയണം, കഷ്ടപ്പാടുകൾ തിരിച്ചറിയണം. കാരണം ആ ഭർത്താവാണ് തന്നെ പോറ്റുവാനും തൻ്റെ മക്കളെ പോറ്റുവാനും രാപ്പകലില്ലാതെ അധ്വാനിച്ചുകൊണ്ട് പുറത്തുപോയി വരുന്ന മനുഷ്യനാണ്. ഒരുപാട് ടെൻഷനുകൾ വീട്ടിലിരിക്കുന്ന ഞങ്ങളെ അപേക്ഷിച്ച് പുറത്തു പോകുന്ന ഞങ്ങളുടെ ഭർത്താക്കന്മാർക്കുണ്ടാകും എന്ന് ചിന്തിക്കുന്ന ഭാര്യമാർ ഭർത്താവ് കയറി വരുമ്പോൾ പുഞ്ചിരിയോടുകൂടെ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. മുഖം വീർപ്പിച്ചുകൊണ്ടവർ ഒരിക്കലും നിൽക്കുകയില്ല. അവർക്ക് പറയാനുള്ള പരാതികളും പരിവട്ടങ്ങളും പറയാനുണ്ടെങ്കിൽ പോലും അതിനവർ വെയിറ്റ് ചെയ്യും, അതിനവർ താമസം നൽകും. ആ വിധത്തിൽ ഏറ്റവും നല്ല രൂപത്തിൽ തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിന് ഇഷ്ടപ്പെട്ട രൂപത്തിലുള്ള മുഖഭാവവും വേഷവിധാനവും പെരുമാറ്റങ്ങളും ഇടപെടലുകളും ഇടപാടുകളും വർത്തിക്കുന്ന ഏതൊരു സ്ത്രീയുണ്ടോ അവളാണ് ഉത്തമയായ സ്ത്രീ എന്നാണ് ഇതിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തരുന്നത്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, ഫസ്സാലിഹാതു ഖാനിതാതുൻ ഹാഫിളാതുൻ ലിൽ ഗൈബി ബിമാ ഹഫിളല്ലാഹ്. സദ്വൃത്തകളായ സ്ത്രീകൾ എന്ന് പറയുന്നത് ആരാണ്? ഖാനിതാതുൻ. ഇമാം സഅദി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ നൽകിയ വ്യാഖ്യാനം ഐ മുതീആതുൻ ലില്ലാഹി തആല, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളെ അനുസരിച്ച് ഭക്തകളായി ജീവിക്കുന്നവരാണ് സദ്വൃത്തകളായ സ്ത്രീകൾ. അവർക്ക് നല്ല അടക്കമുണ്ടാകും, നല്ല ഒതുക്കമുണ്ടാകും, അവർക്ക് നല്ല ദീനി ചിട്ടകളുണ്ടാകും, അവർക്ക് നല്ല ദീനിനോട് താല്പര്യമുണ്ടാകും. അള്ളാഹുവിന്റെ കൽപ്പനകളെ മുഖവിലക്കെടുത്തുകൊണ്ട് നല്ല നിലക്ക് അനുസരണയോടെ ജീവിക്കുന്നവരായിരിക്കും അവർ. തീർന്നില്ല, ഹാഫിളാതുൽ ലിൽ ഗൈബി ബിമാ ഹഫിളല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തു സൂക്ഷിക്കുവാൻ ഏൽപ്പിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവരുടെ ശരീരത്തിന്റെ വിശുദ്ധിയും ഭർത്താവിന്റെ സമ്പത്തിന്റെ വിശുദ്ധിയും അതിൻ്റെതായ എല്ലാ അർത്ഥത്തിലും ഭർത്താവ് സ്ഥലത്തുണ്ടെങ്കിലും ഇല്ലെങ്കിലും അവൾ കാത്തു സൂക്ഷിച്ചു പോരുന്നവരാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ കൃത്യമായി തന്നെ എടുത്തു പറഞ്ഞത്. അവൾ ജോലിയുള്ള പെണ്ണാണെങ്കിലും ഉദ്യോഗസ്ഥയാണെങ്കിലും ഇനി ഗൃഹപരിപാലനത്തിൽ പ്രവർത്തിക്കുന്നവരു ജോലിയൊന്നുമില്ലാത്ത ഒരു വീട്ടിലെ ഒരു സ്ത്രീ മാത്രമാണെങ്കിലും അവൾ അവളുടേതായ കൃത്യമായ ഉത്തരവാദിത്തങ്ങൾ അവൾ നിർവഹിക്കും. അവൾ തൻ്റെ ഭർത്താവിനോട് നന്ദി കാണിക്കുന്ന സ്വഭാവക്കാരിയായിരിക്കും എന്നാണ്. കാരണം തൻ്റെ ജീവിതത്തിൽ തനിക്ക് ഏറെ പ്രയാസപ്പെട്ടുകൊണ്ട് കണ്ട കാര്യങ്ങൾ നിവർത്തിച്ചു തരുന്ന തൻ്റെ ഭർത്താവിനോട് ഒരു നന്ദി കാണിക്കുവാൻ ഒരു ഭാര്യക്ക് സാധിക്കുന്നില്ലെങ്കിൽ അവൾക്ക് അല്ലാഹുവിനോടും നന്ദി കാണിക്കുവാൻ സാധിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് ലാ യശ്കുറുല്ലാഹ് മൻ ലാ യശ്കുറുന്നാസ്. അല്ലാഹുവിനോട് ജനങ്ങളോട് നന്ദി കാണിക്കാത്തവർക്ക് അല്ലാഹുവിനോട് നന്ദി കാണിക്കാനാവില്ല എന്നാണ്. ആലോചിച്ചു നോക്കണം. ഒരു ഭർത്താവിൻ്റെ വീട്ടുകാരുടെ മുമ്പിലും അതുപോലെ തന്നെ തൻ്റെ വീട്ടുകാരുടെ മുമ്പിലുമൊക്കെ തൻ്റെ ഭർത്താവിനെ കുറിച്ച് നല്ലത് മാത്രമേ ഒരു ഭാര്യ പറയുവാൻ പാടുള്ളൂ. ആ നിലക്കാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ അവിടുന്ന് കൃത്യമായി പഠിപ്പിച്ചു അള്ളാഹുവിൻ്റെ റസൂൽ അതിൻ്റെ ഗൗരവം. ഒരു ഭർത്താവ് തനിക്ക് ചെയ്തു തരുന്ന നന്മകൾക്ക് നന്ദി കാണിക്കുന്നതിൻ്റെ പ്രാധാന്യം എത്രത്തോളമാണ് അവിടുന്ന് പഠിപ്പിച്ചു. ഇമാം ഹാക്കിമും നസായിയും ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാൻ സാധിക്കും, ലാ യൻദുറുല്ലാഹു ഇലാ ഇംറഅത്തിൻ ലാ തശ്കുറു ലിസൗജിഹാ. തൻ്റെ ഭർത്താവിനോട് നന്ദി കാണിക്കാത്ത ഒരു സ്ത്രീയോട് അള്ളാഹു നാളെ പരലോകത്ത് റഹ്മത്തിന്റെ കാരുണ്യത്തിന്റെ ഒരു നോട്ടം പോലും അവളുടെ നേരെ ഒരു കാരുണ്യ കടാക്ഷം പോലും ഉണ്ടാവുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഗൗരവത്തോടുകൂടെ പറഞ്ഞു. ഭർത്താവിനോട് നന്ദി പറയുക എന്നുള്ളത് കേവലം ഭംഗി വാക്കുകൾ പറയലല്ല, നാവുകൊണ്ട് ചില വാക്കുകൾ കേവലം ഉരുവിടലല്ല, മറിച്ച് അത് ആത്മാർത്ഥമായിരിക്കണം. ആ പെരുമാറ്റത്തിൽ, ആ സംസാരങ്ങളിൽ, ആ ഇടപെടലുകളിൽ, ആ രൂപത്തിലുള്ള വശ്യമായ എല്ലാ അർത്ഥത്തിലുമുള്ള പെരുമാറ്റങ്ങളിലും ആ നന്ദി പ്രകടമാവണമെന്നാണ് ഇസ്ലാം പറയുന്നത്. മറിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ അപ്രിയമായത് കാണുമ്പോഴേക്ക് തെറി വിളിച്ചു പറയുന്ന, കുറ്റപ്പെടുത്തി പറയുന്ന, ചെയ്തു പോയ നന്മകളെ മുഴുവൻ ഇല്ലാതെയായി വരുത്തി തീർക്കുന്ന ആ ഒരു സ്വഭാവം ഇദാ ഖാസമ ഫജറ എന്ന്
മുനാഫിക്കുകളെ കുറിച്ച് പറഞ്ഞില്ലേ, പിണങ്ങിയാൽ പിന്നെ തെറി പറയും, പിണങ്ങിയാൽ പിന്നെ വഴക്കുണ്ടാക്കും, വക്കാണമുണ്ടാക്കും, തെറ്റി നടക്കും. ആ നിലക്കുള്ള ഒരു സ്വഭാവമല്ല. എന്നാൽ മനുഷ്യ ജീവിതത്തിൽ പിണക്കങ്ങൾ സ്വാഭാവികമല്ലേ? പിണക്കമുള്ളയിടത്തല്ലേ ഇണക്കമുണ്ടാവുകയുള്ളൂ. പക്ഷേ അവിടെ ഒരു കാര്യമുണ്ട്, ദമ്പതികൾ പിണങ്ങിക്കഴിഞ്ഞാൽ ഉടനെ ആ പിണക്കം മുന്നോട്ട് പോകാൻ അനുവദിക്കാതെ എത്രയും വേഗം അത് മസ്ലഹത്തിൽ എത്തിക്കണമെന്നാണ് ഇസ്ലാം പറഞ്ഞത്. അതിന് മുൻകൈ എടുക്കേണ്ടത് ഒരു വേള ഭർത്താവിനേക്കാൾ ഭാര്യയാണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരുന്നത്. അവിടുന്ന് പറഞ്ഞു, അത്തരത്തിലുള്ള സ്ത്രീകൾക്കുള്ള സ്വർഗീയമായ പദവികളെ കുറിച്ച് പറഞ്ഞിടത്ത് പ്രത്യേകം എടുത്തു പറഞ്ഞു, ഖൈറു നിസാഇകും മിൻ അഹ്ലിൽ ജന്ന, നിങ്ങളുടെ സ്ത്രീകളിൽ സ്വർഗക്കാരായ ആ സ്ത്രീകൾ അവരുടെ ഉത്തമമായ സ്വഭാവം എന്തൊക്കെയാണ്? അൽ വദൂദ്, അവരേറെ സ്നേഹിക്കാൻ അറിയുന്നവരാണ്, ഏറെ തന്റെ ഭർത്താവിനോട് അഭിനിവേശമുള്ളവരാണ്, പ്രണയമുള്ളവരാണ്. അൽ വലൂദ്, ധാരാളമായി പ്രസവിക്കുന്ന, അതേ പ്രസവിക്കാൻ മടിയില്ലാത്തവളാണ്. അൽ അഊദു അലാ സൗജിഹാ, തന്റെ ഭർത്താവിലേക്ക് മടങ്ങിച്ചെല്ലുന്നവളാണ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു, അല്ലതീ ആദത്ത് ഔ ഊദിയത്, ഏതെങ്കിലും നിലക്ക് അവൾക്കൊരു പ്രശ്നം തോന്നി, അല്ലെങ്കിൽ ഭർത്താവും അവളുമായിട്ടൊന്ന് പിണങ്ങി, ആ പിണങ്ങിക്കഴിഞ്ഞാൽ ആ പിണക്കം ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോയി വീടിന്റെ അന്തരീക്ഷം കലാപ കലുഷിതമാക്കുന്നതിന് പകരം എത്രയും പെട്ടെന്ന് അവൾ എന്ത് ചെയ്യുന്നു? അതത് സൗജഹാ, തന്റെ ഭർത്താവിനെ സമീപിക്കുന്നു. ഹത്താ തളഅ യദഹാ ഫീ കഫിഹി, തന്റെ കൈ ആ ഭർത്താവിന്റെ കയ്യിൽ വെച്ച് കൊടുത്തുകൊണ്ട് സ്നേഹത്തോടുകൂടെ ഭർത്താവിനോട് പറയും, ലാ അദൂഖു ഗംളൻ ഹത്താ തർളാ, നിങ്ങൾ എന്നോട് ഇങ്ങനെ പിണങ്ങി നടക്കരുത്, നമ്മൾ ഇങ്ങനെ തെറ്റി നടക്കരുത്. നിങ്ങൾ തെറ്റി നടന്നാൽ നിങ്ങൾ എന്നോട് തൃപ്തിപ്പെടുന്നത് വരെ ഒരുപോലെ കണ്ണടക്കാൻ എനിക്ക് കഴിയില്ല പ്രിയപ്പെട്ടവനെ എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ ഭർത്താവിനോട് പിണക്കം തീർക്കുന്നവരെ പെണ്ണാണ് സ്വർഗക്കാരിയായ പെണ്ണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചിരുന്നിരിക്കുകയാണ്. പരാതികൾ മാത്രം പറയുന്ന, വീട്ടിലെ പ്രശ്നങ്ങളും പരാതികളും പൊലിപ്പിച്ചു പറയുന്നവരായിരിക്കരുത്. എല്ലാ വീടുകളിലും പ്രശ്നങ്ങളുണ്ടാകും, പട്ടിണിയുണ്ടാകും, പ്രയാസങ്ങളുണ്ടാകും, പ്രതിബന്ധങ്ങളുണ്ടാകും, പ്രതിസന്ധികളുണ്ടാകും. മഹാനായ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആദ്യ ഭാര്യയെ മൊഴിച്ചെല്ലാൻ ഒരു കാരണമുണ്ടായിരുന്നു. അവർ എപ്പോഴും തൻ്റെ വീട്ടിലെ പ്രയാസങ്ങൾ ഇങ്ങനെ വരുന്നവരോടൊക്കെ വിളിച്ചു പറഞ്ഞിരുന്നു. വീട്ടിൽ അങ്ങനെയാണ്, ദാരിദ്ര്യമാണ്, കഷ്ടപ്പാടാണ് എന്നൊക്കെ ഇങ്ങനെ മറ്റുള്ളവരോട് പറയുന്ന ഒരു സ്വഭാവമുണ്ടായപ്പോൾ ഉടനെ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ ഭാര്യയെ മൊഴി ചൊല്ലുകയാണ് ഉണ്ടായത്. അതവർക്ക് വിനയായി മാറാൻ എന്താണ് കാരണം? ഈ സ്വഭാവം അവരുടെ ജീവിതത്തിൽ ഉണ്ടായി എന്നുള്ളതാണ്. അതേപോലെ തന്നെ സഹോദരങ്ങളെ, ഒരു നല്ല ഭാര്യയുടെ ലക്ഷണം തൻ്റെ ഭർത്താവിൻ്റെ വരവ് ചിലവുകൾ അറിഞ്ഞിട്ടായിരിക്കണം ഭർത്താവുമായിട്ട് ഇടപെടേണ്ടത്. എന്താണ് തൻ്റെ ഭർത്താവിൻ്റെ വരുമാനം, എത്രയാണ് തൻ്റെ ഭർത്താവിന് ലഭിക്കുന്ന ശമ്പളം, എത്രയാണ് തൻ്റെ ഭർത്താവിന് കിട്ടുന്ന എല്ലാവിധത്തിലുള്ള സൗകര്യങ്ങൾക്കും യോജിച്ച നിലക്കുള്ളതാണോ അതൊക്കെ എന്നറിഞ്ഞിട്ട് വേണം പെരുമാറുവാൻ. അദ്ദേഹത്തിന്റെ പ്രയാസങ്ങൾ അറിയാതെ, കഷ്ടപ്പാടുകൾ അറിയാതെ ബുദ്ധിമുട്ടിക്കരുത്. മറ്റുള്ളവരുമായി കമ്പയർ ചെയ്യുന്ന സ്വഭാവമുണ്ടാകരുത്. അയൽവക്കത്തുള്ള ഭാര്യാഭർത്താക്കളും ജീവിക്കുന്നില്ലേ, നിങ്ങൾ അവരെ കാണുന്നില്ലേ? എന്താണ് അയാൾക്ക് മറ്റേയാളോടുള്ള ഒരു പെരുമാറ്റം, എത്രയാണ് അവരുടെയൊക്കെ സമ്പത്ത്, നിങ്ങളൊക്കെ ഒരു മാപ്പിളയാണ് ഭർത്താവാണെന്ന് പറഞ്ഞിട്ട് എന്താണ് കാര്യം, നിങ്ങളെ കൊണ്ടൊക്കെ എന്തിനാണ് സാധിച്ചത്, കണ്ടില്ലേ പരിസരത്തുള്ള ഭർത്താക്കന്മാരൊക്കെ ജീവിക്കുന്നത് ഭാര്യമാരൊത്ത് എന്നിങ്ങനെ മറ്റുള്ളവരുമായി താരതമ്യം നടത്തിക്കൊണ്ടുള്ള കുറ്റപ്പെടുത്തലുണ്ടല്ലോ, അതൊരു മുഅ്മിനത്തായ പെണ്ണിനൊരിക്കലും യോജിച്ചതല്ല. കാരണം ആ വിധത്തിൽ സംസാരിക്കുമ്പോൾ ഒരു പുരുഷന്റെ മനസ്സ് ചഞ്ചലമാവുകയാണ്, അവന്റെ മനസ്സ് ടെൻഷൻ ആവുകയാണ്, അവന്റെ മനസ്സ് വല്ലാതെ വിഷമിക്കുകയാണ്. താൻ ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ തന്നെ 100 കൂട്ടം ടെൻഷനുകൾക്ക് പുറമെ വീട്ടിൽ വെച്ച് ഇതുപോലെയുള്ള കുറ്റപ്പെടുത്തലുകളും കുത്തുവാക്കുകളുമായി ഭാര്യ തന്നെ സമീപിക്കുമ്പോൾ എന്തായാലും വേണ്ടില്ല, കടം വാങ്ങിയിട്ടോ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടോ വട്ടിപ്പലിശക്കാരുടെ മുമ്പിൽ തലവെച്ചു കൊടുത്തിട്ടോ എന്തായാലും വേണ്ടില്ല, ഇവളുടെ നാവൊന്നടക്കിയേ പറ്റൂ എന്ന നിലക്ക് അവൾ ഏത് ഹറാമിലൂടെയും ധനം കൊണ്ടുവരുവാൻ നിർബന്ധിതനാകും. ആ കടുങ്കൈ ചെയ്യിപ്പിക്കുന്നത് ഈ ഭാര്യയാണെങ്കിൽ അവൾക്ക് ശാപമല്ലേ? അതുകൊണ്ട് തന്നെ തൻ്റെ ഭർത്താവിൻ്റെ പ്രയാസങ്ങളും വരുമാനങ്ങളും അറിഞ്ഞുകൊണ്ടായിരിക്കണം ഇടപെടേണ്ടത്. തന്നേക്കാൾ ഉയർന്ന ജീവിത നിലവാരമുള്ളവരെ എല്ലാവരും പെണ്ണ് നോക്കേണ്ടത് അത് പൊതു നിയമമാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉൻളുറു
ഇലാ മൻ ഹുവ അസ്ഫല മിൻകും, നിങ്ങളെക്കാൾ താഴ്ന്ന ജീവിത നിലവാരമുള്ളവരിലേക്ക് നിങ്ങൾ നോക്കൂ. വലാ തൻദുറൂ ഇലാ മൻ ഹുവ ഫൗഖകും, നിങ്ങളെക്കാൾ ഉയർന്ന ജീവിത നിലവാരമുള്ളവരിലേക്ക് നിങ്ങൾ നോക്കരുത്. താഴെയുള്ളവരിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾ രാജാവായിരിക്കും. ഫഇന്നഹു അജ്ദറു ഫഇന്നഹു അജ്ദറു, അതാണ് ഏറ്റവും ഉത്തമവും അർഹവുമായത്. അല്ലാ തസ്ദറൂ നിഅമത്തല്ലാഹി അലൈക്കും, അല്ലാഹ് നിങ്ങൾക്ക് ചെയ്തു തന്നിട്ടുള്ള നൂറുകണക്കിന് നിഅമത്തുകളെ നിങ്ങൾക്ക് നിസ്സാരമായി തോന്നാതിരിക്കണമെങ്കിൽ താഴേക്ക് നോക്കണം, മുകളിലേക്കല്ല നോക്കേണ്ടത് എന്ന്. ഈ വിധത്തിലുള്ള പ്രത്യേകമായ നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ് ദുനിയാവിൽ വെച്ച് ഒരാൾക്ക് കിട്ടാനുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ സമ്പാദ്യം. അൽ മർഅത്തു സാലിഹ, സാലിഹത്തായ ഒരു പെണ്ണ്. റഹ്മാനായ റബ്ബ് ആ നിലക്കുള്ള ഒരു കുടുംബ ജീവിതം, ആ നിലക്കുള്ള ഒരു സ്വഭാവ പെരുമാറ്റമുള്ള ദമ്പതികളായി ജീവിക്കുന്ന ഉത്തമന്മാരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅ ഹദിയഹു. അമ്മാ ബഅദു ഫഊസീകും ഇബാദല്ലാഹ് വനഫ്സി ബിതഖ്വല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ. ഒരിക്കൽ കൂടി എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഗൗരവപൂർവ്വം ഉണർത്തുകയാണ്. സഹോദരങ്ങളെ, ഒരു ഭാര്യ, ഉത്തമയായ ഒരു ഭാര്യ ഭർത്താവിനോട് എപ്രകാരമായിരിക്കണം എന്നാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ഒരു കുടുംബത്തിൻ്റെ അന്തരീക്ഷം എപ്പോഴും സ്വർഗതുല്യമാകുവാനത് നരകതുല്യമാവാതിരിക്കാൻ അവിടെയുള്ള മെമ്പർമാരിലുണ്ടാകേണ്ട വിട്ടുവീഴ്ചകളും സ്വഭാവ മഹിമകളുമൊക്കെ ഏറെ വിശദീകരിച്ച മതമാണല്ലോ റബ്ബിൻ്റെ ദീനുൽ ഇസ്ലാം. അത് ഭർത്താവും ഏറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഭർത്താവ് ഏറ്റവും കൂടുതൽ ഒരു ഭർത്താവ് എപ്രകാരമായിരിക്കണം ഭാര്യയോട് എന്ന് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് നമ്മൾ ഇതേ മിമ്പറിൽ വെച്ച് സംസാരിച്ചിട്ടുള്ളതുകൊണ്ട് ആ ഭാഗത്തേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല. ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. കൃത്യമായും പരസ്പരം അറിയലാണ് ഏറ്റവും ഇഷ്ടം. എത്രയോ കാലമായി കല്യാണം കഴിഞ്ഞിട്ട്, പക്ഷേ ഇപ്പോഴും ഒരു ഭാര്യയുടെ ഇഷ്ടം എന്താണെന്നൊരു ഭർത്താവിന് ഇപ്പോഴും അറിയില്ല. തൻ്റെ ഭർത്താവ് എന്തൊക്കെയാണ് തന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നതെന്ന് ഒരു ഭാര്യയ്ക്ക് ഇത്ര കാലമായിട്ടും പിടികിട്ടിയിട്ടില്ലെങ്കിൽ അവർ ജീവിക്കുന്നില്ല എന്നാണ് അതിൻ്റെ ചുരുക്കം. അതുകൊണ്ട് തന്നെ പരസ്പരം അറിയുക, ഓരോ ചലനങ്ങളും മനസ്സിലാക്കാൻ സാധിക്കണം. തൻ്റെ ഭർത്താവിൻ്റെ മുഖമൊന്ന് മാറിയാൽ അത് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയാവുന്ന ഒരു ഭാര്യ, തൻ്റെ ഭാര്യയുടെ വാചകത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ തന്നോട് ഇപ്പോൾ പിണക്കമുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് തിരിച്ചറിയാൻ കഴിയാവുന്ന ഒരു ഭർത്താവ്, എത്രത്തോളം അവിടെ പരസ്പരം ഇഴുകി ചേർന്നുകൊണ്ടുള്ളൊരു ജീവിതമാണത്. പരസ്പരം തിരിച്ചറിയണമെങ്കിൽ മനസ്സ് തുറന്ന് സംസാരിക്കണം. ഇന്നത്തെ ഭർത്താക്കന്മാർക്കും ഭാര്യമാർക്കും പലപ്പോഴും സാധ്യമാകാത്തത് അതാണ്. തങ്ങളുടെ വീടിൻ്റെ ഉള്ളിൻ്റെ പ്രശ്നങ്ങൾ പലപ്പോഴും അന്യ സ്ത്രീകളുമായും അന്യ പുരുഷന്മാരുമൊക്കെ ആയിട്ടാണ് മണിക്കൂറുകളോളം ചാറ്റ് ചെയ്ത് പറഞ്ഞ് കരഞ്ഞ് തീർക്കുന്നത്. അതല്ല വേണ്ടത്. തൻ്റെ പ്രശ്നങ്ങൾ എന്താണ് തൻ്റെ ഇടയോടാണ് പറയേണ്ടത്. അവർ ഒരുമിച്ചിരുന്ന് സംസാരിക്കാൻ സമയം കണ്ടെത്തണം. അവർക്കിടയിൽ ഉള്ളു തുറന്ന് സംസാരിക്കുവാനുള്ള സമയം കണ്ടെത്തണം. എത്ര വലിയ ജീവിതത്തിൻ്റെ തിരക്കുള്ളവരായിരുന്നുവെങ്കിലും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അത്ര, ആ മുത്ത് മുസ്തഫയോക്ക് ഉണ്ടായിരുന്നത്ര തിരക്കൊന്നുമില്ലല്ലോ നമുക്ക്. അവിടുന്ന് ജീവിതത്തിൻ്റെ ഓരോ ദിവസങ്ങളിലും തൻ്റെ ഇണകളോടൊത്ത് കുശലാന്വേഷണങ്ങൾക്കും മനസ്സ് തുറന്ന് സംസാരിക്കുവാനും സമയം കണ്ടെത്തിയിരുന്ന മാതൃകാ നേതാവായിരുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എനിക്ക് ബിസിനസ്സാണ്, എനിക്ക് തിരക്കാണ്, എനിക്ക് ഡ്യൂട്ടിയാണ്, എനിക്ക് ഓവർ ടൈമാണ് എന്നൊന്നും പറഞ്ഞ് തൻ്റെ ഭാര്യയ്ക്ക് നൽകേണ്ടുന്ന, തൻ്റെ ഭാര്യയും ഭർത്താവുമായിട്ടിരുന്ന് സംസാരിക്കാനുള്ള, മക്കളുമായിരുന്ന് സംസാരിക്കാനുള്ള അവസരങ്ങളൊന്നും നിഷേധിച്ചാൽ അതിന് വലിയ വില നൽകേണ്ടി വരും. അതുകൊണ്ട് നമ്മോട് പറയാൻ സാധിക്കാതെയാകുമ്പോൾ അവർ അയൽക്കാരോട് പറയും, അവർ ജനങ്ങൾ കൂടുന്നിടത്ത് പറയും. അതിനാരും ഉത്തരവാദികളാകാൻ പാടില്ല. ഞാൻ പറഞ്ഞില്ലേ, ഓരോ സംസാരങ്ങളും വാക്കുകളും നോക്കുകളും പോലും തിരിച്ചറിയാനാകുന്ന ഭാര്യാഭർത്താക്കളാകണമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല ഒരു അനുഭവം നോക്കൂ. അവിടുന്ന് ഒരിക്കൽ ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് പറയാണ്, ആയിഷ, നിനക്ക് എന്നോട് നല്ല തൃപ്തിയുള്ള നേരം ഏതാണെന്നും എനിക്കറിയാം. നിനക്ക് എപ്പോഴെങ്കിലും എന്നോട് വല്ല ഭൗതിക കാര്യങ്ങളിലും പിണക്കം വരുന്നുണ്ടോ എന്നുള്ളതും ഞാൻ നന്നായി മനസ്സിലാക്കാറുണ്ട്. ആയിഷ റളിയല്ലാഹു തആല അൻഹ അത്ഭുതപ്പെട്ടു. ഇതിപ്പോൾ എങ്ങനെ നിങ്ങൾ മനസ്സിലാക്കണം? വഹി വല്ലതും കിട്ടിയിട്ടാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ആയിഷ, അതെങ്ങനെ മനസ്സിലാക്കലെന്നറിയോ? നിനക്ക് എന്നോട് നല്ല തൃപ്തിയുള്ള സമയമാണെങ്കിൽ നീ സംസാരത്തിൻ്റെ ഇടക്ക് പറയും, ബലാ വറബ്ബി മുഹമ്മദിൻ,
മുഹമ്മദിന്റെ റബ്ബായ അള്ളാഹുവിനെ തന്നെയാണ് സത്യം എന്ന് പറഞ്ഞിട്ട് നീ ആ കാര്യം പറയും. നിനക്ക് വന്നോട് എന്തെങ്കിലും നിലക്കൊരല്പം പിണക്കുണ്ടെങ്കിൽ നീ വാചകൊന്ന് മാറ്റും. ബലാ വ റബ്ബി ഇബ്രാഹിം എന്നാ പറയാൻ. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ റബ്ബിനെ തന്നെയാണ് സത്യം. സത്യമല്ലേ എന്ന് ചോദിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമ്മ ആയിഷ റളിയല്ലാഹു തആല അൻഹയോട്. ഞാൻ പറഞ്ഞത് നേരല്ലേ? എൻ്റെ കണക്ക് കൂട്ടൽ ശരിയല്ലേ? എൻ്റെ നിഗമനം തെറ്റിയിട്ടില്ലല്ലോ? ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹയോട് ചോദിച്ചപ്പോൾ അവർ മറുപടി പറയാണ്, അജൽ അജൽ യാ റസൂലല്ലാഹ്, പക്ഷേ ഒരു കാര്യം കൂടി എനിക്ക് കൂട്ടിച്ചേർത്ത് പറയാനുണ്ട്. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, നിങ്ങൾ പറഞ്ഞത് 100% ശരിയാണ്. പക്ഷേ വല്ലാഹി മാ ഹുജുറു ഇല്ല ഇസ്മക, നിങ്ങളെ പേര് അവിടുന്ന് എൻ്റെ നാവുകൊണ്ട് ഞാനാണ് മാറ്റുന്നേ ഉള്ളൂ, കൽബിൽ അപ്പോഴും നിങ്ങൾ തന്നെയാണ് കേട്ടോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പറയാം. ഇബ്രാഹിം എന്ന് ഞാൻ പറയുന്നുണ്ടെന്നേ ഉള്ളൂ, അപ്പോഴും നിങ്ങൾ തന്നെയാണ് എൻ്റെ കൽബിലേ. നോക്കൂ, നിങ്ങൾ ഒരു വാക്കുകൊണ്ട് മനസ്സിലാക്കുകയാണ്, ഒരു നോക്കുകൊണ്ട് മനസ്സിലാക്കുകയാണ്. തൻ്റെ ബന്ധപ്പെട്ടവൾക്ക്, തൻ്റെ പ്രിയപ്പെട്ടവൾക്ക്, അല്ലെങ്കിൽ തൻ്റെ പ്രിയപ്പെട്ടവൻ ഇപ്പോൾ പിണക്കുണ്ട്, അത് വേഗം തീർക്കാനാണ് നോക്കേണ്ടത്. അവിടെയാണ് കുടുംബം സ്വർഗമാവൽ. അവിടെയാണ് ഇസ്ലാം പറഞ്ഞ സ്നേഹം, അവിടെയാണ് ഇസ്ലാം പറഞ്ഞ പ്രണയം, അവിടെയാണ് ഇസ്ലാം പറഞ്ഞ സ്നേഹം, അവിടെയാണ് ഇസ്ലാം പറഞ്ഞ കാരുണ്യം. വമിൻ ആയാതിഹി, റഹ്മാനായ റബ്ബുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജ, അവൻ നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെ ഇണകളെ സൃഷ്ടിച്ചു തന്നിരിക്കുന്നു. എന്തിന്? ലിതസ്കുനൂ ഇലൈഹ, നിങ്ങൾ അവളിൽ ആശ്വാസം കണ്ടെത്തുവാൻ വേണ്ടി. വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ, നിങ്ങൾക്കിടയിൽ അവൻ കാമത്തെയും സ്നേഹത്തെയും അഭിനിവേശത്തെയും കാരുണ്യത്തെയും ഒക്കെ നിശ്ചയിച്ചു തന്നിട്ടുണ്ട്. ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമിൻ യതഫക്കറൂൻ, തീർച്ചയായും ഇതിലൊക്കെ ചിന്തിക്കുന്ന ആളുകൾക്ക് വലിയ ദൃഷ്ടാന്തങ്ങളുണ്ട്. റഹ്മാനായ റബ്ബ് ഇപ്പറഞ്ഞ ഈ അർത്ഥത്തിലൊക്കെയുള്ള സമാധാനാന്തരീക്ഷത്തിലുള്ള, എവിടെ പോയാലും എത്രയും പെട്ടെന്ന് തൻ്റെ കുടുംബത്തിലേക്ക് തിരിച്ചു വരണം എന്ന മോഹമുള്ള ആ നിലക്കുള്ള ഒരു കുടുംബജീവിതം നൽകി എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രയാസങ്ങളും പ്രതിസന്ധികളും വിഷമങ്ങളും റബ്ബ് തീർത്തു തരുമാറാകട്ടെ. മാരക രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. നമ്മിലെ രോഗികൾക്ക് പരിപൂർണമായും അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا وأجر والدينا من النار.